ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ ചിപ്പ് കുക്കീസാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് എടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ബട്ടർ എടുത്തു അതിനെ ഹീറ്റ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവറിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡ. ഇതിൻ്റെയൊക്കെ അമൗണ്ട്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി അനുസരിച്ച് ചെയ്താൽ മതി. അതിനാദ്യം മിക്സ് ചെയ്യുക, ഒരു ബൗളിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത് വേറൊരു ബൗളിൽ എടുത്തിട്ട് കുറച്ച് വലിയ ബൗൾ എടുക്കണം. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൊടിച്ച് വെച്ച വൈറ്റ് ഷുഗർ പൊടിച്ച് വെച്ചത്, പിന്നെ ബ്രൗൺ ഷുഗർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒന്ന് വിസ്ക് ചെയ്യുക. കുറച്ച് നേരം ഒന്നൊരു 2-3 മിനിറ്റ്സ് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മുട്ടയുടെ യോക്ക് മാത്രം, പിന്നെ ഫുൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ 2 മുട്ട 2 എഗ് അതിൻ്റെ യോക്കും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാം കൂടെ ഒന്ന് വിസ്ക് ചെയ്യുക. ആ ഒരു കളറ് മാറുന്നവരെ, ലൈറ്റ് ഷെയ്ഡ് കളറ് വരുന്നവരെ വിസ്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ വാനില എസൻസ് ആഡ് ചെയ്യുക. അത് പിന്നെയും വിസ്ക് ചെയ്യുക. ഒരു 5-6 മിനിറ്റ്സ് വിസ്ക് ചെയ്ത് കൊടുക്കുക. അത് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ സ്പോഞ്ചി ആയിട്ട് വരുന്ന ഒരു ടെക്സ്ചർ വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കളറ് മാറിയതുണ്ടോ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഫ്ലോർ മിക്സില്ലേ, അതെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇത് വിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ചോക്കോ ചിപ്പ്, നമ്മുടെ ഹൈലൈറ്റ് ആയ ചോക്കോ ചിപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഫുൾ ഫോൾഡ് ചെയ്ത് മിക്സ് ആയിട്ട് ചെറിയ ബോൾസ് ആക്കി ഒരു പ്ലേറ്റിൽ മാറ്റുക. എന്ന് വെച്ചാൽ നമ്മൾ കുക്കിയുടെ സൈസ് നമുക്ക് എങ്ങനെ വേണം അതിനനുസരിച്ചുള്ള സൈസായിട്ടുള്ള ബോൾസിനെ മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കുക. ഇതിനെ റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു മിനിമം 1 hour ആണ്. 1 hour to 3 days വരെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 hour റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രേ എടുത്തു. എന്നിട്ട് കുക്കീസ് ലേ ഔട്ട് ചെയ്യുകയാണ്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവും. സോ അതിനുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ ലേ ഔട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഓവനിൽ വെച്ചിട്ടുണ്ട്. ഒരു 185 degreesൽ ഒരു 10 to 12 minutes ഓവനിൽ വെച്ചിരിക്കുന്നു. അത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫ്ലാറ്റായി നമ്മൾ കുക്കീസ് റെഡി ആവുന്നത് നമ്മൾ കാണുകയാണ്. കുക്കീസ് റെഡിയാവും. ഒരു 10-12 minutes മതി, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവും. എന്നിട്ട് നമുക്ക് അതെടുക്കാം. ഒന്ന് നമ്മുടെ ഇതിൽ വെച്ചൊന്ന് തട്ടിക്കൊടുക്കുക. അത് നമുക്ക് സെർവ് ചെയ്യാം. ഇതിൽ ഭയങ്കര ചൂടായിരിക്കും. ഒന്ന് ചൂടാറിയിട്ടൊരു കോൾഡ് ആകുമ്പോഴേക്കും നമുക്ക് സെർവ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു വരും. അപ്പം നമ്മൾ കുക്കീസ് റെഡിയായി. സിമ്പിളായിട്ട് കുക്കീസ് റെഡിയാക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അമൗണ്ട്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക വീട്ടിൽ. താങ്ക് യു.